സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. നമ്മളെ മുമ്പിൽ ഇതാ ഖലീഫയാണ് കിടക്കുന്നത്. നമ്മളിത് ഒന്നൊന്നര ട്രിപ്പിന് ശേഷം നമ്മളിത് ഖലീഫയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മൾ ഡ്രൈവർ ജോലിയായിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. നമ്മളെ ഡോറൊക്കെ തുറന്നിരിക്കുകയാണ് ഗൈസ്. നമ്മളെ BS6 ആണ്, നമ്മളെ പ്രകാശിന്റെ ബോഡിയൊക്കെയാണ് ഗൈസ്. നമ്മളെ കുറച്ചധികം നമ്മുടെ ഗ്രാഫിക്സും അടിച്ചൊരു വണ്ടിയാണ്. നമ്മളിതാ അടുത്തുകൂടെ ചേട്ടനൊക്കെ നടന്നുകൊണ്ട്. അപ്പൊ നിങ്ങൾ തമ്പിലേൽ കണ്ട പോലെ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങാൻ പോവാണ് ഗൈസ്. വേറെ ഒന്നല്ല, ഒരു ബസ്സാണ്. BMR ആണ് ഗൈസ്. നമ്മള് ഒരു ബസ് ഗൈസ്, നമ്മളൊരു BMR കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഖലീഫ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളെ ബസ് BMR ഉള്ളത് വയനാട്ടിലാണ്. നമ്മൾ പോയി കണ്ടുവച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഖലീഫയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എന്തായാലും പോകുമ്പോൾ രാത്രി എന്തായാലും ഒന്ന് 100% ഉറപ്പാണ് ഗൈസ്. നമ്മുടെ വണ്ടിക്ക് ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം നമുക്ക് ഇവിടെ നിൽക്കാണ്ട് തന്നെ നമുക്ക് ബസ് എടുത്ത് പോവാട്ടോ, വൈകണ്ട. നേരത്തെ തന്നെ എത്തണം. ഒരു 7 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും ഒരു 8 മണി എന്തായാലും ആവും. 6 മണി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഗൈസ്. നമ്മുടെ ബസ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കാലം ഓടിച്ചത് വെറും ഒരു BS3 ഒക്കെ ആയിരുന്നു. ഇപ്പൊ നമ്മളങ്ങനെ നേരെ BS6ലേക്കായി. അപ്പൊ നമ്മുടെ പുതിയ ചെറുക്കന്റെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് അതിൽ ലിപ്പൊക്കെ പിടിപ്പിക്കണം, ലൈറ്റ് പിടിപ്പിക്കണം, കുറെ പരിപാടികൾ നമുക്ക് എക്സ്ട്രാ വർക്ക് ഉണ്ട്. അപ്പൊ ഗൈസ്, ഇനി വരുന്ന ഈ ഏപ്രിൽ മാസത്തിൽ നമുക്ക് വിഷുവും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ പടക്കം കാര്യങ്ങളൊക്കെ പൊട്ടിക്കും. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഉണ്ടാവും, നിങ്ങൾ എന്തായാലും കാണണം. എന്തായാലും നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങളൊന്ന് കണ്ടേക്ക്. അങ്ങനെ നമ്മളിതാ പാലക്കാടും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. കണ്ടോ, പാലക്കാടിന്റെ തളിമ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഗൈസ്. നമ്മളിങ്ങനെ പാലക്കാട് ഒരു ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഇനി കുറെ ദൂരം ഓടിക്കാനുണ്ട്. ഇനി അങ്ങനെ എന്താ നമ്മൾ നേരെ ഓടിച്ചങ്ങ് പോവാണ് ഗൈസ്. കുറെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇടവഴിക്ക് നേരെ ഒരു മഴയൊക്കെ പെയ്തിട്ടുണ്ട്. കണ്ടോ, ഇടിമിന്നലൊക്കെ ഉണ്ട് ഗൈസ്. കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട്. നമ്മളെ മഴ ഒരു പ്രത്യേക ലുക്കാണ്. നമ്മുടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഗൈസ്. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഈ മഴ പെയ്യുമ്പോൾ ഏതൊരു വണ്ടിക്കും നമ്മളെ ലുക്കാണ് ഭയങ്കര ഒരു വൈബായിട്ടായി നിൽക്കുന്നത് തോന്നുന്നത്. ലൈറ്റൊക്കെ സെഡ് അത്രയാണ്ട് പറയുകയേ വേണ്ട ഗൈസ്. നമുക്ക് മഴ നമ്മളങ്ങനെ മലപ്പുറം കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇനി കോഴിക്കോട് ഇങ്ങനെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബസ്സൊന്ന് കാണണം രാത്രി എന്തായാലും. അല്ലെങ്കിൽ നമുക്ക് അവിടെ ലോഡ്ജ് എന്തെങ്കിലും എടുക്കേണ്ടി വരും, റൂമും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഗൈസ്, നമ്മളെ ഫ്രണ്ടിൽ ഒരു കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ വണ്ടി എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അങ്ങനെ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്ത് നമ്മളങ്ങനെ അവസാനം രാത്രി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം എന്തായാലും 8 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നാളെ ആയിരിക്കും കാണാൻ പറ്റുക. നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരി ചുരമാണ്, നമ്മളെ സ്വന്തം നാടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, നമ്മളെ ചുരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം, ഞാൻ ആദ്യമായിട്ടാണ് BS6 ഓടിക്കുന്നത്. ഖലീഫയാണ് ആദ്യം കിട്ടിയത്, അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. അപ്പം ഞാൻ ഇതിനു മുമ്പേയൊക്കെ ഓടിച്ച് BS3 ഒക്കെ ആയിരുന്നു. ഇപ്പം BS6 ആയി. അങ്ങനെ നമ്മൾ സ്വന്തം നാട്ടിൽ അങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം മാത്രം നമുക്ക് ഇനി യാത്ര ചെയ്താൽ മാത്രം മതി. നമ്മൾ ഇനി കുറച്ച് ദൂരം കൂടെ ഓടിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ആഗ്രഹിച്ച ഒരു ബസ്സായിരുന്നു. അല്ല, ആഗ്രഹിച്ചല്ല, ഇങ്ങനത്തെ ഒരു ബസ് വേണമെന്ന് നമ്മളൊരു ആഗ്രഹിച്ചു. ഈ ബസ്സാണെന്നൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ബസ്. BMR ആണ്, ഉത്തരാടം എന്നാണ് പേര്. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ ബസ്. പിന്നെ വണ്ടി നല്ല പഴക്കമുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്കത് പുതിയതാക്കണം. ഉണ്ടോ, സൈഡിലൊക്കെ ഉത്തരാടം ഹോളിഡേയ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ നമ്മൾ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതാ ലാലേട്ടൻ്റെ ഒക്കെ കണ്ടോ, ഉത്തരാടം ഹോളിഡേയ്സ് എന്നൊക്കെ അടിച്ചിട്ടുണ്ട്. കണ്ടോ, ലാലേട്ടനൊക്കെ ഇതെന്താ പുലിമുരുകൻ സിനിമയത്തെ അല്ലേ? ഓക്കെ ഗൈസ്, നമ്മളെ കൊല്ലം രജിസ്ട്രേഷൻ വണ്ടിയാണ് ഗൈസ്. അതാണ് നമ്മളെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ. ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്, ഉള്ളിലും കാര്യങ്ങളൊക്കെ ലൈറ്റ് കുറവാണ് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് പിടിപ്പിക്കാം. നമുക്ക് ലിപ്പ് വെക്കണം, കുറെ പരിപാടികളുണ്ട് നമ്മളെ ബസ്സിൽ. എക്സ്ട്രാ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം, അത് നമുക്ക് വഴിയേ നമുക്ക് ചെയ്തു വരാം. അപ്പൊ നമ്മുടെ ഉത്തരാടം എന്ന് പറയുന്ന ബസ് ഇന്നാണ് നമ്മളെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പൊ നമ്മളെ കൂടെ അവര് പോയിട്ടുണ്ട്. അവര് താക്കോലും കാര്യങ്ങളൊക്കെ തന്നിട്ട് നമ്മൾ പൈസ ഒക്കെ ഏൽപ്പിച്ചതിന് ശേഷം നമ്മളവർ പോയിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് പോകുന്നത് ഈ ബസ് എടുത്തിട്ട്. അപ്പൊ ഇതാണ് ഗൈസ് ബസ്സിന്റെ ഉള്ളത്തെ സീറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവനെ പിക്ക് ചെയ്യണം. എൻ്റെ ഫ്രണ്ടിനെ കൂട്ടിയിട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വഴിയൊന്നും അറിയില്ല. വയനാട്ടിലാണ്, പക്ഷെ എനിക്ക് മൊത്തമായിട്ട് വഴി അറിയില്ല. ഒരു സ്ഥലത്ത് തന്നെയാണ്, ഒരു ഉൾഗ്രാമം ആണെന്നാണ് പറഞ്ഞത്. അവനെ പിക്ക് ചെയ്യണം, എന്നിട്ട് നമുക്ക് അവനെ പോവാട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളെ ബസ്സിൽ അങ്ങനെ കയറിയിട്ടുണ്ട്. നമ്മൾ അവനെ കൂട്ടിയിട്ടാണ് ഗൈസ് പോകുന്നത്. നമുക്ക് അവനോട് എന്തെങ്കിലും ചോദിച്ചോ കേട്ടോ. എടാ, എൻ്റെ വ്ളോഗിൽ എന്തെങ്കിലും പറയും, ഇവരോട് എന്തെങ്കിലും പറയും. എടാ, നമ്മൾ ഈ ബസ് വാങ്ങിയതിനെ കുറിച്ച് എന്തെങ്കിലും പറയും, നീ എന്തെങ്കിലും പറയും. അപ്പോൾ അവരെന്തെങ്കിലും വിചാരിച്ചോളൂ. ഞാൻ എന്താ പറയാ? നീ ഒന്നും പറയണ്ട. നീ ഈ ബസ് വാങ്ങിയതിനെ കുറിച്ച് എന്നെ കുറിച്ച് എന്തെങ്കിലും പോക്കി പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കേടാ, ഞാൻ സെറ്റ്, ഞാൻ പറഞ്ഞോളാം. അപ്പൊ ഗൈസ്, നമ്മുടെ അർജുന്റെ ഒരു ഏറെ നാളത്തെ ഒരു സ്വപ്നമായിരുന്നു ഈ ഒരു ബസ് സ്വന്തമാക്കുക ഉള്ളത്. അവനത് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതാണ്
ഗൈസ്, ഉത്രാടെന്നാണ് ബസ്സിന്റെ പേര്. ഓക്കെ, സംഭവം അവൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ഏറെ നാളത്തെ സംഭവം തന്നെയായിരുന്നു ബസ് വാങ്ങുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ബസ് വാങ്ങലൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള നമ്മളങ്ങനെ നേരെ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. മൊത്തം ഹൈവേ ആണ്. അപ്പോൾ നമ്മളിനി വിഷുവിനായിട്ട് സ്പെഷ്യൽ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കല്ലേ. ഇപ്പോൾ ഗൈസ് ഇവിടെ സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്കൊരു വിഷയമില്ല. നമ്മളെ വണ്ടി വാങ്ങിയിട്ട് ആദ്യത്തെ പെറ്റി തന്നെ ആയിരിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എടാ അതെന്താ നിനക്ക് പേടിയൊന്നുമില്ല? ആദ്യത്തെ പെറ്റിയായതുകൊണ്ടാണോ ഈ ബസ് വാങ്ങിയത്? എടാ ഞാൻ ഇതുവരെയായിട്ടും ബസ് ഓടിച്ചിട്ട് എനിക്ക് ഇതുവരെയായിട്ടും പെറ്റിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എടാ ഇതാണ് ഞാൻ പറഞ്ഞ വർക്ക്ഷോപ്പ്. അപ്പോൾ വർക്ക്ഷോപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ കൂട്ടുകാരൻ പറഞ്ഞ വർക്ക്ഷോപ്പിലേക്ക് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. നമ്മളെ വർക്ക്ഷോപ്പിലേക്ക് ആദ്യത്തെ കയറ്റിയാണ്. നമ്മളെ പ്രകാശനിലേക്ക് ചേസ് കൊണ്ടുപോകും പോലെ അവിടെ ചെറുക്കനെ കയറ്റുന്നത് തന്നെ. നമ്മൾ ഈ വഴി തന്നെ നമ്മൾ ഇറക്കുന്നതായിരിക്കും. നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മളിതാ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ നമ്മളെ ചെറുക്കുന്ന സൈഡിൽ കിടക്കുന്നുണ്ട്. വർക്ക്ഷോപ്പുകാർ നാളെയാണ് വരിക. നമുക്ക് എന്തായാലും 3 ആഴ്ച 4 ആഴ്ചയൊക്കെ പിടിക്കുമായിരിക്കും നമ്മളെ പണിയൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നമ്മളെ ബസ് ഇതാണ്, ഉത്രാടം. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ടാവും. എല്ലാവരും കാത്തിരിക്കുക. ബായ്.